വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കണേ. കാലാവസ്ഥ, അതുപോലെ തന്നെ കൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ധാരാളം ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ചോദിച്ചിട്ടുള്ള കുറേ അധികം ചോദ്യങ്ങൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് പോവാണ്. കുറച്ച് ചിലപ്പോൾ ക്ലാസ്സിന്റെ നീളം കൂടാം, സമയം കുറച്ച് കൂടുതൽ വേണ്ടി വന്നേക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ മുമ്പിൽ ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് റിവിഷൻ ചെയ്ത് തീരണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലാസ് കേൾക്കാനായിട്ട് ആവശ്യമുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് കേൾക്കും. ഇപ്പൊ കേരളത്തിലെ കാലാവസ്ഥ എന്ത് കാലാവസ്ഥയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ്. കേരളത്തിലെ കാലാവസ്ഥ എന്ത് കാലാവസ്ഥയാണ്? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്നാണ് കേരളത്തിലെ കാലാവസ്ഥ അറിയപ്പെടുന്നത്. കേരളത്തെ നമ്മൾ മൺസൂണിന്റെ കവാടം എന്നാണ് വിളിക്കുന്നത്, അല്ലെ? എന്താ വിളിക്കണേ? മൺസൂണിന്റെ കവാടം എന്നാണ് കേരളത്തെ വിളിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മാസമാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൂലൈ മാസത്തിലാണ് മഴ ലഭിക്കുന്നത്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജാനുവരി മാസമാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് ചോദിക്കണ വെച്ചാൽ മഴ ലഭിക്കുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കോഴിക്കോടാണ് ആൻസർ പറയാ. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയെ ചോദിക്കണ വെച്ചാൽ തിരുവനന്തപുരം ആൻസർ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചോദിക്കുന്നതെങ്കിൽ എറണാകുളം ജില്ലയിൽ നേര്യമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ചിന്നാർ എന്ന് പറയുന്ന പ്രദേശമാണ്. ചിന്നാർ ഇടുക്കി ജില്ലയിലാണ്. ചിന്നാർ ഒരു മഴനിഴൽ പ്രദേശം കൂടിയാണ്. ചിന്നാർ കേരളത്തിലെ മഴനിഴൽ പ്രദേശമാണ്. ഇനി കേരളത്തില് എന്താ പറയാ, കേരള പിറവിക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് 2018 അല്ലെ? 2018 വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇടുക്കി ജില്ലയിലായിരുന്നു. എന്നാൽ 99 വെള്ളപ്പൊക്കം നടന്നത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്. 1924 99 വെള്ളപ്പൊക്കം നടന്നത്. അതും ഒന്ന് ഓർത്തു വെക്കുക. കൊല്ലവർഷം 1099 ഇത് നടന്നത്. അതുകൊണ്ടാണ് ഇതിന് 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നാവികസേന നടത്തിയ ഓപ്പറേഷനെ നമ്മൾ ഓപ്പറേഷൻ മദത് എന്നാണ് വിളിക്കുന്നത്. ഓപ്പറേഷൻ മദത്. കരസേന നടത്തിയത് ഓപ്പറേഷൻ സഹയോഗ് എന്ന് പറയുന്ന രക്ഷാ പ്രവർത്തനമാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. UN കീഴിലുള്ള ലോക കാലാവസ്ഥാ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം, അതായത് ആൾനാശം ഉൾപ്പെടെ മൊത്തം നഷ്ടം കണക്കാക്കുമ്പോൾ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം എന്ന് നമുക്ക് 2018 വെള്ളപ്പൊക്കത്തെ വിശേഷിപ്പിക്കാം കേട്ടോ. ഇനി കേരളത്തിലെ എന്താ പറയാ കാലാവസ്ഥയെ പ്രധാനമായിട്ട് നമുക്ക് 4ആയിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തെ കാലമാണ് ശൈത്യകാലം എന്ന് വിളിക്കുന്നത്. ശൈത്യകാലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ പഠിക്കാൻ. ഡിസംബർ മുതൽ ജാനുവരി വരെയാണ് ശൈത്യകാലം. ശൈത്യകാലത്ത് നേരിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടാവുള്ളൂ. വളരെയധികം തണുപ്പ് കൂടുതലാണ്. ശൈത്യകാലത്ത് ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അടുത്തത് രണ്ടാമത്തെ കാലത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? വേനൽക്കാലം എന്ന് വിളിക്കുന്നു. വേനൽക്കാലം മാർച്ച് മുതൽ മെയ് മാസം വരെയുള്ള കാലമാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തിലാണ് വേനൽക്കാലം. ഏപ്രിൽ മാസത്തില് വേനൽ മഴയൊക്കെ കേരളത്തിൽ ഉണ്ടാവാറുണ്ട്. അതിനെ നമ്മൾ ഏപ്രിൽ റെയിൻ എന്ന് വിളിക്കാറുണ്ട്. ചിലപ്പോ ഏപ്രിൽ റെയിൻ മാത്രല്ല നമ്മൾ പല ബുക്കുകളിലും മാംഗോ ഷവർ എന്നും കാണാറുണ്ട്, ഇല്ലേ? രണ്ടും ഒന്ന് തന്നെയാണ്. മാംഗോ ഷവറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മള് ഇന്ത്യ കാലാവസ്ഥ പഠിപ്പിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൺസൂണിന് മുമ്പുള്ള വേനൽ മഴയാണ് ഈ മാംഗോ ഷവർ എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയുള്ള മഴയാണ് കേട്ടോ. കേരളത്തിലെ മാംഗോ സിറ്റി എന്ന് പറയുന്നത് മുതലമടയാണെന്നും കൂടി ഓർത്തു വയ്ക്കാം. ഇനി കേരളത്തിലെ മൂന്നാമത്തെ കാലമാണ് കാലവർഷം എന്ന് പറയുന്നത്. കാലവർഷം എന്ന് പറയുന്ന ഈ സമയം എപ്പോ തൊട്ട്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് കാലവർഷം കേരളത്തിലുള്ളത്. കാലവർഷത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? വർഷക്കാലം എന്ന് വിളിക്കുന്നു, അല്ലെ? അതുപോലെ തന്നെ എന്ത് വിളിക്കുന്നു? ഇടവപ്പാതി എന്ന് വിളിക്കുന്നു. ഇനി ഇതൊന്നും കൂടാണ്ട് സൗത്ത് വെസ്റ്റ് മൺസൂൺ അഥവാ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നും കൂടി നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്, അല്ലെ? ഇതൊക്കെ കേരളത്തിന്റെ ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മാസത്തിലുള്ള കാലാവസ്ഥ അറിയപ്പെടുന്ന പേരുകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ സമയമാണ്. മഴയുടെ 60 മുതൽ 80% വരെ മഴ ലഭിക്കുന്നത് ഈ സമയത്താണ്.
ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ നിന്നാണ് ലഭിക്കുന്നത്. മലബാർ ഭാഗത്താണ്, കേരളത്തിൽ മലബാർ ഏരിയയിലാണ് ഈ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ പ്രഭാവം ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നും ഓർത്തു വയ്ക്കുക. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രഭാവം ചെലുത്തുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ പ്രഭാവം ചെലുത്തുന്നത് അറബിക്കടലിലാണ് കേട്ടോ. ഇന്ത്യയിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആദ്യം എത്തുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻഡമാനിലാണ് ആദ്യം എത്തുന്നതെന്ന് പറയും. ആദ്യം എത്തുന്ന സംസ്ഥാനമാണ് ചോദിക്കുന്നത് വെച്ചാൽ കേരളം പറയും. കേരളത്തിൽ ആദ്യം എവിടെ എത്തണേന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താന്ന് പറയും. കൂടുതൽ പ്രഭാവം എവിടെയാന്ന് ചോദിച്ചാൽ മലബാറിലാന്ന് പറയുന്നത്, കേരളത്തിന്റെ വടക്കൻ പ്രദേശത്താണ് കൂടുതൽ. കേരളത്തില് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിൽ നിന്ന് ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും എത്തിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ ജില്ലയാണ് പാലക്കാട് ജില്ല. എന്നാൽ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം എന്ന് പറഞ്ഞാൽ പുനലൂരാണ്, അത് കൊല്ലം ജില്ലയിലാണ്. ഇനി അടുത്തത് കേരളത്തിലെ 4ാമത്തെ കാലാവസ്ഥയാണ് തുലാവർഷം എന്ന് പറയുന്നത്. ഈ തുലാവർഷം ഏത് മാസങ്ങളിലാണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത്? തുലാവർഷം അനുഭവപ്പെടുന്നത്. തുലാവർഷത്തെ നമ്മൾ വടക്ക് കിഴക്ക് മൺസൂൺ എന്നും വിശേഷിപ്പിക്കുന്നു. ഇപ്പൊ വടക്ക് കിഴക്ക് മൺസൂൺ എന്ന് പറയുന്നതും തുലാവർഷം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? തുലാവർഷം ഉണ്ടാകുന്നത്. കേരളത്തിൽ ഭയങ്കരമായിട്ടുള്ള ഇടിയോട് കൂടിയിട്ടുള്ള മഴയാണ് ഉണ്ടാവുക, അല്ലെ? ഇതിന്റെ പ്രഭാവം ഏറ്റവും കൂടുതൽ തെക്ക് ഭാഗത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വടക്ക് ഭാഗത്താണ്, അല്ലെ, മലബാർ ഏരിയയിലാണ് കാലവർഷത്തിന്റെ പ്രഭാവമെങ്കിൽ തെക്ക് ഭാഗത്താണ് എന്തിന്റെ പ്രഭാവം? തുലാവർഷത്തിന്റെ പ്രഭാവം കാണപ്പെടുന്നത്. ഇതിനെ മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നുകൂടി നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ മൺസൂണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് കേരളത്തിലെ കാർഷിക രംഗം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ കാർഷിക രംഗത്തെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ കർഷക ദിനം ചിങ്ങം 1 എന്ന് നമുക്കറിയാം. ദേശീയ കർഷക ദിനം എന്ന് പറയുന്നത് ഡിസംബർ 23 ചരൺ സിംഗിന്റെ ബർത്ത്ഡേ ആണ്. അതാണ് നമ്മൾ ദേശീയ കർഷക ദിനമായിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടമാണ് കേരളം. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ട വിളിക്കണേ വെച്ചാൽ ഏതാ പറയാ? നമ്മള് ഇടുക്കിയാണ്. കേരളത്തില് 1908 വളരെ വർഷങ്ങൾക്ക് മുമ്പ്, കേരളം നിലനിൽ വരുന്നതിന് മുമ്പ് ശ്രീമൂലം തിരുനാൾ ഭരിച്ചിരുന്ന കാലത്താണ് ഒരു അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് കേരളത്തില് ആദ്യമായിട്ട് വരുന്നത്. കേരളത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ മൊത്തം കാർഷിക വിസ്തൃതി കണക്കാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നാണ്യവിളകളാണ് കേട്ടോ. കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാളികേരമാണ് കൃഷി ചെയ്യുന്നത്. 2ാം സ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ 2ാം സ്ഥാനം റബ്ബറാണ്. 3ാം സ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ 3ാം സ്ഥാനം നെല്ലിനാണ് കേട്ടോ. കേരളത്തില് ഈ നാളികേരം, റബ്ബർ, നെല്ല് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇനി നമ്മൾ കൂടുതൽ പഠിക്കുകയാണ്. അപ്പൊ തെങ്ങിനെ കുറിച്ച് ആദ്യം തന്നെ നാളികേരത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. നാളികേരത്തെ കുറിച്ച് പഠിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫെറ എന്നാണ്. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2. നാളികേര വർഷം എന്നാണ് UNO ആചരിച്ചത് 2008. ഈ തെങ്ങിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. T*D, അതുപോലെ തന്നെ D*T. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ. കേരസങ്കരം ഏതാണ്? കേരസങ്കരം, ചാവക്കാട് കുള്ളൻ, മലയൻ ഡ്വാർഫ്, ലക്ഷദ്വീപ് ഓർഡിനറി, അതുപോലെ കൊച്ചിൻ ചൈന, ലക്ഷഗംഗ എന്നൊക്കെ പറയുന്നത് എന്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്? തെങ്ങിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് കേട്ടോ. നാളികേരം ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രോഗം ഏത് എന്ന് ചോദിച്ചാൽ മണ്ടരിയാണ്. നാളികേരത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗം മണ്ടരി, ഒരു വൈറസ് രോഗമാണ്. ഇനി തെങ്ങോല മഞ്ഞളിക്കാനുള്ള കാരണവും ചോദിച്ചിട്ടുണ്ട്. നൈട്രജന്റെ അഭാവമാണ്. തെങ്ങിന്റെ കൂമ്പ് ചീയലിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫംഗസ് ആണ് എന്ന് പറയും ട്ടോ. ഇനി ഫംഗസ് ആണ്. നാളികേര വികസന ബോർഡ് എവിടെയാണ്? കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ചോദിക്കാറുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് എവിടെയാന്ന് ചോദിച്ചാൽ നമ്മൾ കൊച്ചിയിലാണ് എന്ന് പറയണം. എന്നാൽ നമ്മളോട് ചോദിക്കുകയാണ് സെൻട്രൽ കോക്കനട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അപ്പൊ നമ്മൾ പറയും കായംകുളത്താണ് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം. എന്നാൽ സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം സ്റ്റേറ്റിന്റെ കീഴിലുള്ളത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ബാലരാമപുരത്താണ്. ബാലരാമപുരത്താണ് സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം എന്ന് പറയാട്ടോ.
ഇനി അതുപോലെ തന്നെ നെല്ലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നെല്ലിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഒറൈസ സെറ്റൈവ എന്നാണ്. ഒറൈസ സെറ്റൈവ എന്നുള്ളതാണ് നെല്ലിന്റെ എന്താണ് ശാസ്ത്രീയ നാമം. കേരളത്തിൽ ഏറ്റവും അധികം ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ജില്ലയിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു കാർഷിക വിള കൂടിയാണ് നെല്ല്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള കൂടിയാണ് ഏതാ നെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കേരളത്തിൽ 3 സീസണുകളിലായിട്ടാണ് നെല്ല് കൃഷി ചെയ്യുന്നത്. ആ സീസണുകളെ നമ്മൾ വിളിക്കുന്നത് ഒന്ന് വിരിപ്പ് സീസൺ എന്ന് വിളിക്കും, രണ്ടാമത്തെ സീസണെ നമ്മൾ മുണ്ടകൻ സീസൺ എന്ന് വിളിക്കും, മൂന്നാമത്തെ സീസണെ നമ്മൾ പുഞ്ച എന്ന് പറയുന്ന സീസൺ വിളിക്കും. അപ്പൊ വിരിപ്പിനെ നമ്മൾ ഖാരിഫ് വിള അല്ലെങ്കിൽ ഒന്നാം വിള എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് രണ്ടാം വിള എന്ന് വിളിക്കുന്ന മുണ്ടകനാണ്. മുണ്ടകനെ നമ്മൾ എന്ത് വിളിക്കും? റാബി വിള എന്ന് വിളിക്കും. വേനൽക്കാല വിള, ഗ്രീഷ്മകാല വിള എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഏതിനെയാണ്? പുഞ്ച സീസണെയാണ്. ഇനി ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിത്ത് നടാനും അതുപോലെ തന്നെ ഡിസംബർ ജാനുവരി മാസങ്ങളിൽ കൊയ്തെടുക്കുകയും ചെയ്യുന്ന സീസണെയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിത്ത് ഇടുകയും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കേട്ടോ മക്കളെ. ഏപ്രിൽ മെയ്യിൽ തുടങ്ങിയ സെപ്റ്റംബർ ഒക്ടോബറിലാണ് കേട്ടോ, തെറ്റിക്കരുത്. ഏപ്രിൽ മെയ്യിൽ നമ്മൾ വിത്ത് നടും, സെപ്റ്റംബർ ഒക്ടോബറിൽ എന്തെടുക്കും? വിളവെടുപ്പ് നടത്തും. ആ സീസണെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിരിപ്പ് സീസൺ. ഇതാണ് വിരിപ്പ് സീസൺ എന്ന് പറയുന്നത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിരിപ്പ് സീസണിൽ കൃഷി ചെയ്യുന്നത്. മുണ്ടകൻ സീസൺ ഈ സെപ്റ്റംബർ ഒക്ടോബറിൽ തുടങ്ങും, കഴിയണ സമയത്ത് തുടങ്ങും. സെപ്റ്റംബർ ഒക്ടോബറിൽ തുടങ്ങി ഡിസംബർ ജാനുവരി ആവുമ്പോൾ എന്താവും? അതിന്റെ വിളവെടുപ്പ് നടക്കും. അതാണ് മുണ്ടകൻ സീസൺ. മുണ്ടകൻ സീസണില് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപാദനം നടക്കുന്നത് ഏത് സീസൺ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മുണ്ടകൻ സീസൺ ആണ്. ഇപ്പൊ വിരിപ്പ് സീസണാ ചോദിച്ചാൽ മഴയെ ആശ്രയിച്ചുള്ള കൃഷിയാണ് ഏത്? വിരിപ്പ് സീസൺ എന്ന് പറയും. മുണ്ടകനാകുമ്പോൾ മഴയ്ക്ക് അത്ര നമ്മൾ വെള്ളത്തിന് ക്ഷാമമുള്ള സമയമല്ല. മൂന്നാമത്തത് പുഞ്ച സീസൺ ആണ്. പുഞ്ച സീസണില് ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഇവിടെ നേരത്തെ അവസാനിച്ച ഡിസംബർ ജാനുവരി മാസത്തിൽ തുടങ്ങുകയും അതിനുശേഷം ഏപ്രിൽ മെയ് മാസത്തിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന സീസണാണ് ഏത്? പുഞ്ച സീസൺ എന്ന് പറയുന്നത്. ഇനി നെല്ലിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ടീച്ചർ ബോർഡിൽ എഴുതിയ പറയാം. അശ്വതി, രോഹിണി, ത്രിവേണി, ജയ, അന്നപൂർണ, രമണിക, മംഗള, പഞ്ചമി, തവളക്കണ്ണൻ, ഉമ, അങ്ങനെയൊക്കെ പറഞ്ഞ ധാരാളം നെല്ലിന്റെ വിത്തിനങ്ങൾ ഉണ്ട്. ഈ സുഗന്ധ നെല്ലിനങ്ങളും കൂടി ഉണ്ട്. അതൊന്ന് നമ്മൾ ഓർത്തു വെക്കാം. സുഗന്ധ നെല്ലിനങ്ങൾ വിളയുന്നത് എവിടെയാണ്? വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ. സുഗന്ധ നെല്ലിനങ്ങൾക്ക് ഉദാഹരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ബിരിയാണിക്കൊക്കെ റൈസ് വാങ്ങുന്നതാണ് ബസുമതി, അതുപോലെ തന്നെ ഗന്ധകശാല, അതുപോലെ തന്നെ ജീരകശാല ട്ടോ. അതുപോലെ തന്നെ കവുങ്ങിൻ പൂത്തല എന്നൊക്കെ പറയുന്നത് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്? നമ്മുടെ ഈ സുഗന്ധ നെല്ലിനങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനി വേറൊരു തരത്തിലുള്ള നെല്ലിനത്തിന്റെ പേരാണ് ഏഴോം എന്ന് പറയുന്ന ഒരു നെല്ല്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഉപ്പ് വെള്ളത്തെ അതിജീവിക്കുന്ന ഒരു ഇനം നെല്ലിനത്തിന്റെ പേരാണ് ഏത്? ഏഴോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് നവരയ്ക്ക് പകരം ചിലപ്പോൾ പുസ്തകങ്ങളിൽ നഗര എന്ന് കാണാം, നമര എന്ന് കാണാം. ഒക്കെ കണ്ടാ ഒന്നാന്ന് മനസ്സിലാക്കിയോളൂ കേട്ടോ. ഈ സാധനം എന്താണെന്നറിയാമോ? ഔഷധ നെല്ലാണ്. ഔഷധം നമ്മൾ പ്രമേഹത്തിനൊക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ്. നവരക്കിഴി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ ആരോഗ്യപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണിത്. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുകയാണ് ഭൗമ സൂചികാ പദവി GI ടാഗ് ലഭിച്ചിട്ടുള്ള നെല്ലിനങ്ങളാണ് നേരത്തെ പറഞ്ഞ ഗന്ധകശാലയും ജീരകശാലയും അതുപോലെ തന്നെ ഈ നവരയൊക്കെ കേട്ടോ. ഇനി വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താ പറയാ വെള്ളം, ഉപ്പ് വെള്ളത്തെ അതിജീവിക്കുന്നത് ഒക്കെ ആയിട്ടുള്ള ഒരു തരം നെല്ലാണ് പൊക്കാളി എന്ന് പറയുന്ന നെല്ല്. എന്താണ് പൊക്കാളി കൃഷി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടൊക്കെ ചെറുക്കുന്ന ഒരു തരം നെല്ലാണിത്. മഴക്കാലത്തിൽ വെള്ളത്തിൽ മൂടിക്കിടന്നാലും ഈ നെല്ല് ചീഞ്ഞു പൂല എന്നാ പറയണേ. ലവണത്തെ പ്രതിരോധിക്കുന്നുണ്ട്, അതായത് ഉപ്പ് അംശത്തെ പ്രതിരോധിക്കുന്നുണ്ട്. മലപ്പുറം തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൊക്കാളി കൃഷി നടക്കുന്നത് കേട്ടോ.
അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അതുപോലെ തന്നെ കോൾപ്പാടങ്ങള്, തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ആണ് ഈ പൊക്കാളി കൃഷി ഉണ്ടാവുക കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക നിങ്ങള്. അതുപോലെ തന്നെ ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഗവേഷണ കേന്ദ്രങ്ങൾ. അപ്പൊ അതൊന്ന് നമുക്ക് ഓർക്കാം. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി കാർഷിക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എവിടെയാണ്? മണ്ണുത്തിയിലാണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. ശരിക്കും ഞങ്ങളുടെ ജില്ലയാണ് വെള്ളാനിക്കരയാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള പ്ലേസ്. പക്ഷെ PSC എപ്പോഴും മണ്ണുത്തി എന്നാണ് ഉത്തരം കൊടുക്കാറുള്ളത്. അപ്പൊ അത് അങ്ങനെ പഠിച്ചാൽ മതി. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കണ്ണാറയിലാണ്. ഇനി കശുവണ്ടിയുടെ ഗവേഷണ കേന്ദ്രം എവിടെയാന്ന് ചോദിച്ചാൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രം മാടക്കത്ര എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. മാടക്കത്രയുണ്ട്. അതുപോലെ തന്നെ ആനക്കയുണ്ട്. മാടക്കത്ര തൃശ്ശൂരും ആനക്കയം എവിടെ അറിയോ നിങ്ങൾക്ക്? ആനക്കയം മലപ്പുറത്തുമാണ് കേട്ടോ. ഇനി അടുത്തത് പൈനാപ്പിൾ റിസർച്ച് സെന്റർ. പൈനാപ്പിള് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ വാഴക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷെ എന്താ പറയാ, പൈനാപ്പിളിന്റെ റിസർച്ച് സെന്ററും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്, വാഴക്കുളത്ത് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ ബുദ്ധിമുട്ടില്ല. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം. കുരുമുളകിന്റെ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ പന്നിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കേരളത്തിൽ കുരുമുളകിന്റെ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട് കാപ്പിയുടെ ഗവേഷണ കേന്ദ്രം എവിടെയാന്ന്? കാപ്പിയുടെ ഗവേഷണ കേന്ദ്രം ചൂണ്ടല്ല സ്ഥിതി ചെയ്യുന്നത്. ഇനി ചോദിച്ചിട്ടുണ്ട് ഇഞ്ചിയുടെ ഗവേഷണ കേന്ദ്രം എവിടെയാന്ന്? ഇഞ്ചിയുടെ ഗവേഷണ കേന്ദ്രം അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ്, അമ്പലവയൽ. ഇനി നമ്മളോട് ചോദിക്കുകയാണ് കേരളത്തിൽ ഏലവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ് പേജിൽ നമുക്ക് എഴുതാം. ഏലത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഏലത്തിന്റെ ഗവേഷണ കേന്ദ്രം, ഏലത്തിന്റെ ഗവേഷണ കേന്ദ്രം അത് സ്റ്റേറ്റിന്റെ കീഴിലുള്ളതാണെങ്കിൽ നമ്മൾ ഇടുക്കി ജില്ലയിലെ പാമ്പാടും പാറ എന്ന് പറയും. എവിടെയാണ്? പാമ്പാടും പാറ. സെൻട്രൽ ആണ് ചോദിക്കുന്നതെങ്കിൽ എവിടെ പറയും? മയിലാടും പാറയാ പറയാ. എവിടെയാ പറയാ? മയിലാടും പാറ പറയും. ഇനി ഏലം ബോർഡിന്റെ ആസ്ഥാനമാണ് ചോദിക്കണമെങ്കിൽ ഏലം ബോർഡ് കേട്ടോ. ഏലം ബോർഡ് എവിടെയാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എറണാകുളം ജില്ലയിലാണ് ഏലം ബോർഡ് എന്ന് പറയും. ഇനി ഏലത്തിന്റെ ലേല കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്, വണ്ടൻമേട് എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? വണ്ടൻമേട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി വേറെ രീതിയിൽ ചോദിക്കാം. സ്പൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ സ്പൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മലയാളം എന്താ? ഇനി നമ്മൾക്ക് മലയാളത്തിലാ ചോദിക്കണ വെച്ചാലോ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. എവിടെയാണ് സ്പൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം? കോഴിക്കോട് ജില്ലയിലാണ്. എന്നാൽ സ്പൈസസ് പാർക്ക് എവിടെയാ ചോദിച്ചാലോ നിങ്ങൾ പറയണം പുറ്റടിയാണ്. എവിടെയാ? പുറ്റടി, ഇടുക്കിയിലാണ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു എന്താ പറയാ, സ്പൈസസ് ബോർഡ്. എവിടെയാ സ്പൈസസ് ബോർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പൈസസ് ബോർഡ് കൊച്ചിയാണ്, എറണാകുളത്ത് കൊച്ചിയിലാണ്. ആസ്ഥാനം എവിടെയാണ്? സുഗന്ധ ഭവൻ. അതിന്റെ ആസ്ഥാനം എന്താണ്? സുഗന്ധ ഭവൻ എന്നാണ് അതിന്റെ ആസ്ഥാനം എന്നും കൂടി നമ്മളൊന്ന് ഓർത്തു വെക്കുക. സ്പൈസസ് ബോർഡ് എന്താണ് ആസ്ഥാനം? സുഗന്ധ ഭവനാണ് അതിന്റെ ആസ്ഥാനം. ഇനി നമ്മളോട് ഇതുപോലെ തന്നെ എന്താ പറയുന്നത് ചോദിക്കാറുള്ളതാണ്, പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. മാർക്കറ്റ് ഫെഡ് എവിടെയാണ്? മാർക്കറ്റ് ഫെഡിന്റെ ആസ്ഥാനം എറണാകുളമാണ്. എറണാകുളത്ത് ഗാന്ധി ഭവനാണ്. എറണാകുളത്ത് എവിടെയാണ്? ഗാന്ധി ഭവനാണ് കേട്ടോ. ഇനി മാർക്കറ്റ് ഫെഡ് പോലെ തന്നെ കേര ഫെഡ്, മത്സ്യ ഫെഡ്, അതുപോലെ തന്നെ സെറി ഫെഡ്, അതുപോലെ തന്നെ മിൽമ, ഇതിന്റെയൊക്കെ ആസ്ഥാനമാണ് ചോദിക്കണേ വെച്ചാൽ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ പറയും. സെറി ഫെഡ് തിരുവനന്തപുരം ജില്ലയിലാണ്, പക്ഷെ കൃത്യമായിട്ടുള്ള സ്ഥലം പട്ടത്താണ് എന്ന് പറയണം കേട്ടോ. ഇനി കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? നാളികേരം പറഞ്ഞപ്പോ നാളികേര ഗവേഷണ കേന്ദ്രം പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രമുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സംസ്ഥാനമുണ്ട്. നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അടുത്തത് എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പഠിക്കാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാംബു കോർപ്പറേഷൻ. ഇതും പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചു കാണാറുള്ളത്. എവിടെയാണ് ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം? അപ്പൊ ബാംബു കോർപ്പറേഷനാ ചോദിക്കണേ വെച്ചാൽ ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നമ്മള് അങ്കമാലി പറഞ്ഞോളൂ കേട്ടോ. എവിടെയാണ്? അങ്കമാലിയാണ് പറയേണ്ടത് കേട്ടോ. അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്തത് നമ്മള് കർഷകന്റെ പുരസ്കാരങ്ങളാ പഠിക്കണേ. മികച്ച കർഷകന് കേരള ഗവൺമെന്റ് നൽകുന്ന അവാർഡിന്റെ പേര് കർഷകോത്തമ അവാർഡ് എന്നാണ്. കർഷകോത്തമ. മികച്ച കർഷക വനിതയ്ക്ക് നൽകുന്ന അവാർഡ് കർഷക തിലകം അവാർഡാണ്. കർഷക തിലകം അവാർഡ്. മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകന് കൊടുക്കുന്ന അവാർഡ് കർഷക ജ്യോതി അവാർഡാണ്. എന്താ കൊടുക്കുക? കർഷക ജ്യോതി അവാർഡ്. ഇനി മികച്ച നാളികേര കർഷകന് കൊടുക്കുന്ന അവാർഡ് കേസരി അവാർഡാണ്. മികച്ച ക്ഷീര കർഷകന് കൊടുക്കുന്ന അവാർഡ് ക്ഷീരധാര അവാർഡാണ് കേട്ടോ. എന്താണ്? ക്ഷീരധാര അവാർഡ്. മികച്ച പാടശേഖര സമിതിക്ക് നൽകുന്ന അവാർഡ് നെൽകതിർ അവാർഡാണ്. നെൽകതിർ അവാർഡ്. ഇനി അടുത്തത് ചോദിച്ചിട്ടുണ്ട്, മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൊടുക്കുന്ന അവാർഡ് കൃഷി വിജ്ഞാൻ പുരസ്കാരമാണ്. കൃഷി വിജ്ഞാൻ പുരസ്കാരം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി കർഷകശ്രീ എന്ന് പറയുന്ന ഒരു അവാർഡ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ കർഷകശ്രീയുടെ പ്രത്യേകത, മലയാള മനോരമ മികച്ച കർഷകന് നൽകുന്ന അവാർഡിന്റെ പേരാണ് കർഷകശ്രീ അവാർഡ്. മലയാള മനോരമയുടെ കാർഷിക മാഗസീനെയും നമ്മൾ കർഷകശ്രീ എന്നാണ് പറയാട്ടോ. കാർഷിക, ഇനി ഗവൺമെന്റിന്റെ കാർഷിക ഇൻഷുറൻസിന്റെ പേര് എന്താണ്? കാർഷിക ഇൻഷുറൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ കാർഷിക ഇൻഷുറൻസിന്റെ പേര് കിസാൻ ശ്രീ എന്നാണ്. എന്താണ്? കിസാൻ ശ്രീ എന്നാണ്. ഇനി കാർഷിക പെൻഷൻ ആണ്, ഗവൺമെന്റിന്റെ കാർഷിക പെൻഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ കിസാൻ അഭിമാൻ ആണ് പറയാ. എന്താ പറയാ? കിസാൻ അഭിമാൻ ആണ് പറയാ കേട്ടോ. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുകയാണ്, കേരള അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ കാർഷിക മാസികയുണ്ട്. അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ കാർഷിക മാസികയെ നമ്മൾ വിളിക്കുന്നു കേരള കർഷകൻ എന്ന്. എന്താ വിളിക്കണേ? കേരള കർഷകൻ എന്ന്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ കാർഷിക മാഗസീനെയാണ് നമ്മൾ വിളിക്കണേ. യൂണിവേഴ്സിറ്റിയുടെ മാസികയാണെങ്കിൽ അതിനെ നമ്മൾ പറയാ കൽപ്പതേനു മാസിക എന്നാണ്. എന്താണ്? കൽപ്പതേനു എന്നാണ് ആ മാസികയുടെ പേര് നമ്മൾ പറയാ കേട്ടോ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാറുള്ളതാണ്, നമ്മൾ സൂര്യന്റെ സ്ഥാനത്തെ ആസ്പദമാക്കി നമ്മൾ വിവിധ വിളകൾ കൃഷി ചെയ്യും. ആ സംവിധാനത്തിന് എന്ത് പേരിട്ടാ വിളിക്കുക എന്ന് ചോദിച്ചാൽ ആ സംവിധാനത്തിന് വിളിക്കുന്നത് ഞാറ്റുവേല എന്നാണ് കേട്ടോ. പഴയകാല കർഷകരുടെ കാർഷിക കലണ്ടർ കൂടിയാണ് ഞാറ്റുവേല. ഞാറ്റുവേലയുടെ ദൈർഘ്യം 2 ആഴ്ച അല്ലെങ്കിൽ 13 അല്ലെങ്കിൽ 14 ദിവസം എന്ന് പറയുന്നത്. 2 ആഴ്ച എന്ന് പറഞ്ഞാൽ കൃത്യം 14 ദിവസമാണ്, പക്ഷെ 13 14 ദിവസം രണ്ടും പറയാട്ടോ. ഒരു വർഷത്തിൽ 27 ഞാറ്റുവേലകളാണ് ഉള്ളത് എന്ന് പറയും. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, തിരുവാതിര ഞാറ്റുവേല. തിരുവാതിര ഞാറ്റുവേല ഏത് മാസത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഥുന മാസത്തിലാണ് തിരുവാതിര ഞാറ്റുവേല. കുരുമുളക് കൃഷിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാറുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതായത് സങ്കരയിനം കന്നുകാലികളെ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് നമ്മള് സ്വിറ്റ്സർലൻഡുമായിട്ട് സഹകരിച്ച് ഒരു പരിപാടി തുടങ്ങി. ആ സ്വിറ്റ്സർലൻഡുമായിട്ട് സഹകരിച്ചിട്ടുള്ള ആ പരിപാടിയുടെ പേര് ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് എന്നാണ്. ആരംഭിച്ചത് 1963-ലാണ്. എവിടെയായിരുന്നു അത്? മാട്ടുപ്പെട്ടി. പണ്ടൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യമായിരുന്നു ഈ ഇൻഡോ സ്വിസ് പ്രോജക്റ്റ്, മാട്ടുപ്പെട്ടി എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യത്തെ സങ്കര ഇനം പശുവിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സുനംതിനി എന്ന് പറയണം കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശു വെച്ചൂർ പശു ആണ്. കോട്ടയം ജില്ലയിലാണ്, വെച്ചൂർ വില്ലേജിലാണ് ഇതിന്റെ എന്താ പറയാ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇനി അടുത്തത് കേരളത്തിലെ തദ്ദേശ ഇനം ആടിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയണം അട്ടപ്പാടി ബ്ലാക്ക് ആണെന്ന്. കേരളത്തിലെ തദ്ദേശ ഇനം ആടിന്റെ പേര് അട്ടപ്പാടി ബ്ലാക്ക് എന്നാണ് കേട്ടോ. അപ്പോ ഇനി അടുത്തത് ഇതുമായിട്ട് നമ്മളോട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് എൻഡോസൾഫാൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എൻഡോസൾഫാൻ. അപ്പൊ എന്താണ് എൻഡോസൾഫാനുമായിട്ട് റിലേറ്റഡ് ആയിട്ട്? എൻഡോസൾഫാൻ നിരോധനം കേരളത്തിൽ നടന്നത് 2006-ലാണ്. ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ പ്രശ്നം നേരിട്ട ഗ്രാമങ്ങളാണ് പെട്ര, അതുപോലെ തന്നെ സ്വർഗ എന്ന് പറയുന്ന 2 ഗ്രാമങ്ങൾ. എൻഡോസൾഫാൻ സമര നായികയുടെ പേര് ലീലാ കുമാരി അമ്മ എന്നാണ്. ഈ ലീലാ കുമാരി അമ്മയുടെ പ്രസിദ്ധമായിട്ടുള്ള കൃതി ഏതാണ്? ജീവദായിനി എന്നതാണ് അവരുടെ കൃതി. ഈ എൻഡോസൾഫാനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അംബികാസുധൻ
മാങ്ങാട് രചിച്ച പ്രസിദ്ധമായിട്ടുള്ള നോവൽ ഏതാണ്? എപ്പോഴും ചോദിക്കാറുള്ളതാണ് അംബികാസുധൻ മാങ്ങാടിന്റെ നോവൽ. അംബികാസുധൻ മാങ്ങാടിന്റെ നോവലിന്റെ പേര് എൻ മഗ ജെ എന്നാണ്. എൻ മഗ ജെ എന്നാണ് നോവലിന്റെ പേര്. എൻഡോസൾഫാനെ കുറിച്ച് പഠിക്കാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷന്റെ പേര് CD മായി കമ്മീഷൻ എന്നാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും നിയോഗിക്കുകയുണ്ടായി. സ്റ്റേറ്റ് ഗവൺമെന്റ് കമ്മീഷൻ എന്താണ്? C അച്യുതൻ കമ്മീഷൻ എന്നാണ് അതിന്റെ പേര്. ഇനി നമ്മൾ ഇപ്പൊ കൃഷിയിലൊക്കെ ജൈവ കൃഷിക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ ജൈവ കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. എന്താണ് ഹരിത കേരളം മിഷൻ എന്ന് പറയുന്നത്? ഈ ഹരിത കേരളം മിഷൻ ഉദ്ഘാടനം ചെയ്തത് 2016 ഡിസംബർ മാസം 8-ാം തീയതിയാണ് കേട്ടോ. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? KJ യേശുദാസ് ആണ്. അതിന്റെ എന്താ പറയാ ടാഗ് ലൈൻ പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നാണ്. പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നുള്ളതാണ്. ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി അടുത്തത് നമ്മളോട് അത്യുൽപാദന ശേഷിയുള്ള കുറച്ച് വിത്തിനങ്ങൾ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ആ വിത്തിനങ്ങളുടെ പേരും കൂടി പഠിക്കാം നമുക്ക് കേട്ടോ. അപ്പൊ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളില് പ്രധാനപ്പെട്ടത് മരച്ചീനിയായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ മരച്ചീനിയുടെ ഏതൊക്കെയാണ്? ശ്രീവിശാഖം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ശ്രീവിശാഖം, അതുപോലെ തന്നെ ശ്രീവിജയ, ശ്രീവിശാഖം, ശ്രീജയ, അതുപോലെ തന്നെ H165 സുന്ദരി വെള്ള എന്നൊക്കെ പറയുന്നത് എന്തിന്റെയാണ്? മരച്ചീനിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ഇത് മരച്ചീനിയുടെയാണ്. അടുത്തത് ചോദിക്കാറുണ്ട് വെണ്ടയുടെയാണ് കിരൺ. അതും ഇത് ചോദിച്ചിട്ടുള്ളതാണ്. കിരൺ സൽകീർത്തി. അതുപോലെ തന്നെ എന്താണ്? ആനക്കൊമ്പനൊക്കെ എന്തിൽ പെടുന്നതാണ്? വെണ്ടയിൽ പെടുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? അരുണ. ഏതാണ്? അരുണ എന്നൊക്കെ പറയുന്നത്. ഇനി അതുപോലെ തന്നെ ചീരയുടെ ചോദിക്കുമ്പോ ചീരയുടെയാണ് അരുൺ. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കണ്ണാറലോക്കൽ, അതും ചീരയുടെയാണ് കേട്ടോ. ഇനി മുളകിന്റെയാണ് ചോദിക്കണേന്ന് വെച്ചാൽ ഉജ്ജ്വല. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നതാണ് ഉജ്ജ്വല എന്ന് പറയുന്നത്. ഉജ്ജ്വലയുണ്ട്, ഭാഗ്യലക്ഷ്മി, പിന്നെ ജ്വാലാമുഖി ഉണ്ട്. ഏതാണ്? ജ്വാലാമുഖി. ഇനി അടുത്തത് അടക്കേടയാണ്. അടക്കേടയാണെങ്കിൽ മംഗളയുണ്ട്, അതുപോലെ തന്നെ ശ്രീമംഗള, മോഹിത് നഗർ ഒക്കെ ഉണ്ട്. മോഹിത് നഗർ ഇതൊക്കെ എന്തിന്റെയാണ്? അടക്കേട അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ക്ലിയർ ആയില്ലേ? ഇനി പാവലിന്റെ ആണെങ്കിൽ പ്രീതി, അതുപോലെ തന്നെ പ്രിയ, പിന്നെ പ്രിയങ്ക, ഇതൊക്കെ പാവലിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനാണ്. കുരുമുളകിന്റെ ആണെങ്കിൽ കുരുമുളകിന്റെ ഗവേഷണ കേന്ദ്രം പന്നിയൂരാന്നറിയാം. പന്നിയൂർ 1 തൊട്ട് പന്നിയൂർ 12 വരെയൊക്കെ പറയുന്നുണ്ട്. 1 to 7 പ്രധാനപ്പെട്ട പന്നിയൂർ 1, പന്നിയൂർ 2, പന്നിയൂർ 3 അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പഞ്ചമി പ്രധാനമാണ്. പിന്നെ ശുഭകര എന്ന് പറയുന്നതും പ്രധാനമാണ് കേട്ടോ. ഇനി തക്കാളി എപ്പോഴും ചോദിക്കാറുള്ളതാണ്. തക്കാളിയുടെ ശക്തി, അതുപോലെ തന്നെ മുക്തി, ഇതൊക്കെ തക്കാളിയുടെയാണ്. വെള്ളായണി, വിജയ് എന്നൊക്കെ പറയുന്നത് തക്കാളിയുടെയാണ്. ഇനി പഞ്ചാബ് ജയിന്റ് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? പഞ്ചാബ് ജയിന്റ് എന്ന് പറയുന്നത് ഏതിന്റെയാണ്? പപ്പായയുടെയാണ് പഞ്ചാബ് ജയിന്റ്. ഇനി ഏലത്തിന്റെ ചോദിച്ചിട്ടുണ്ട്. ഞെള്ളാനി എന്ന് പറയുന്നത് ഏതിന്റെയാണ്? ഏലത്തിന്റെയാണ് കേട്ടോ. കാബേജിന്റെ ഏതാണ്? ഹരിറാണിയാണ് കാബേജിന്റെ കേട്ടോ. ഹരിറാണി ഏതാണ്? കാബേജ്. ഇനി അടുത്തത് ചോദിച്ചിട്ടുണ്ട് ഷോണിമ. ഏതാണ്? ഷോണിമ. അതുപോലെ തന്നെ സ്വർണ്ണ എന്നൊക്കെ പറയുന്നത് പ്രധാനപ്പെട്ട തണ്ണിമത്തൻ വിഭാഗത്തിൽ പെടുന്നതാണ് കേട്ടോ. റെഡ് ലേഡി ഏതാണ്? റെഡ് ലേഡി, അതുപോലെ തന്നെ പഞ്ചാബ് ജയിന്റ് എന്നൊക്കെ പറയുന്നത് ഏതിന്റെയാണ്? പപ്പായയുടെയാണ്. അപ്പൊ പ്രധാനപ്പെട്ട നദികൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ക്ലൈമറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമ്മളൊന്ന് പഠിച്ചു എന്നാണ്. ടീച്ചർ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിച്ചോളോ. പ്രധാനപ്പെട്ട ഒരുവിധം കാര്യങ്ങളൊക്കെ ടീച്ചർ ഇതിൽ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു റിവിഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.